മലയാളികളുടെ അടുത്ത് പ്രത്യേകിച്ച് അത് പറയുന്നത് ഇത് പറയുന്നത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാ. സർട്ടിഫിക്കറ്റ് ആണ് സിനിമയ്ക്ക് കിട്ടിയതെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നപ്പോൾ അതിനെ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ? ചില സമയത്ത് എനിക്ക് കരച്ചിൽ വന്നിട്ട് ഞാൻ ആ സെറ്റിൽ നിന്ന് ഇറങ്ങി ഓടി പുറത്തു പോയിട്ട്. നമ്മുടെ ഇവിടെ ന്യൂസ് എന്ന് പറയുന്ന സാധനമുണ്ട്. രാവിലെ ന്യൂസ്, ഉച്ചയ്ക്ക് ന്യൂസ്, 3 മണിക്ക് ന്യൂസ്, 7 മണിക്ക് ന്യൂസ്. എന്തിനാ എത്ര ന്യൂസ്? പല ന്യൂസുകളും മിസ്ലീഡ് ചെയ്യപ്പെടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടാണ്, ജാതിയില്ല മതമില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് അവിടെ ഒരു ഇലക്ഷൻ നടന്നാലോ ഒരു ഉത്സവം നടന്നാലോ അടിയായി ഇടിയായി ബോംബ് വയ്ക്കലായി. എവൾ അവിടെ നിന്ന് വരികയാണ്, അവള് ഉള്ളിൽ കയറിയിട്ട് ആ പെണ്ണ് ഇങ്ങനെ നോക്കുമ്പോൾ അതൊക്കെ കാണുന്നുണ്ട്. വെറുതെ ഇങ്ങനെ നോക്കി നിന്നാ പോരാ. അപ്പൊ അവൾ എന്തൊക്കെയായിരിക്കും ചിന്തിക്കുന്നത്, ഇത് എന്തൊരു ഈ സാധനം ഇവിടെ ഇരിക്കണത്. കൂൺ എന്ന ചിത്രത്തിലെ നായകനും നായികയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഹായ്. ഹലോ. കൂൺ കുറെ കാത്തിരിപ്പിന് ശേഷം റിലീസ് ആവുകയാണ്. അപ്പൊ നമുക്ക് നായകൻ തന്നെ തുടങ്ങാം. പറഞ്ഞോളൂ, ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. എനിക്കൊന്ന് ആദ്യം ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ആദ്യത്തെ മൂവിയാണ്. ഞാൻ ഹീറോ ആയിട്ട് ചെയ്യുന്ന ഫസ്റ്റ് സിനിമയാണ്. എൻ്റെ പേര് ലിമൽ ജി പാടുന്നതാണ്. കൂണിലെ ഹീറോ ആണ്. എങ്ങനെയാണ് അപ്പോൾ ഇതിലേക്ക് എത്തിയത്, ഈ ഒരു സിനിമയിലേക്ക് എത്തിയത്? ഞാൻ ആക്ച്വലി മലയാള സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് തുടങ്ങിയത്. പിന്നെ കുറച്ച് ഷോർട്ട് ഫിലിംസ് ചെയ്തു. അങ്ങനെ ഈ കൂണിൻ്റെ കാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഷോർട്ട് ഫിലിം പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞൊരു വർക്ക് റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ടിട്ടാണ് എനിക്കിതിലേക്ക് ഇൻവിറ്റേഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ അതിന് ശേഷം ഓഡീഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ എല്ലാ ഒരു ജെന്യുവൻ പ്രോസസ്സ് ഉണ്ടായിരുന്നതിന് ശേഷമാണ് വർക്ക്ഷോപ്പ് ഉണ്ടാകുന്നത്. എല്ലാം കഴിഞ്ഞ ശേഷം ഫിക്സ് ആയിരുന്നു. അങ്ങനെ ഡയറക്ടർ പറഞ്ഞിരുന്നു ഒരു ലുക്ക്, സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് ഒരു ലുക്ക് ഉണ്ട് ഒരു ഹീറോ, അത് മനസ്സിൽ കണ്ട് ഓഡിഷൻ ചെയ്തെടുത്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ഓഡിഷൻ പ്രോസസ്സ്? കാരണം ആളുടെ മനസ്സിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഒരു ക്യാരക്ടറിന്റെ രൂപം. ഓഡിഷൻ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എൻ്റെ അടുത്ത് പ്രശാന്ത് ഈ പറയുന്ന പോലെ കുറച്ച് സീനുകൾ ചെയ്യിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, അതേപ്പറ്റി ഷെയർ ചെയ്തു. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കുറയ്ക്കേണ്ടതായിരുന്നു. അങ്ങനെ കുറച്ചൊരു ഓൾമോസ്റ്റ് അറൗണ്ട് ഒരു 10 kg ഒക്കെ വെയിറ്റ് കുറച്ചു. പിന്നെ പ്രശാന്ത് പറഞ്ഞാൽ മുടി വളർത്തണം, താടി വളർത്തണം. അപ്പോൾ ഏകദേശം അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനായിട്ട് നമ്മൾ താടിയൊക്കെ വളർത്തി. അങ്ങനെ ഫുള്ളി പിന്നെ നമുക്കൊരു പ്രൊജക്റ്റ് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനും റെഡിയാണ്. പിന്നെ ഇതിൻ്റെ ഭാഗമായി മാറി. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ ഭാഗമായി പിന്നെ ഡെയിലി അപ്ഡേറ്റ് ആയി നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ പിന്നെ നമുക്ക് കിടക്കുമ്പോഴും നമുക്കൊരു സിനിമ കിട്ടി എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു സിനിമയിൽ വന്ന് ഇപ്പോൾ 14ാമത്തെ കൊല്ലമാണ് എനിക്കൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് സംഭവിക്കേണ്ട പ്രൊജക്ട് വന്നേക്കുന്നത്. ഇൻഡസ്ട്രിയോട് താല്പര്യമായിട്ട് ഇതിലോട്ട് വന്നിട്ട് 14ാമത്തെ വർഷമാണ്. അതായത് ഒരു ഓവർനൈറ്റ് ഇപ്പം ഈ പടം ഹിറ്റായി ഞാൻ വലിയൊരു നായകനായാൽ പോലും ഒരു ഓവർനൈറ്റ് സക്സസ് എന്ന് പറയാൻ പറ്റില്ല. ഓൾമോസ്റ്റ് അറൗണ്ട് ഇപ്പോൾ പറയുമ്പോൾ 14ാമത്തെ കൊല്ലത്തെ ഒരു കാത്തിരിപ്പാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ സിനിമ നടക്കുമ്പോൾ ഒരു 12 കൊല്ലം ആ ടൈമിലാണ് എനിക്കിത് വരുന്നത്. സോ പിന്നെ നമുക്ക് ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സിനിമ കിട്ടി, അതും ജെനുവിൻ വേ. ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു സുഹൃത്തിൻ്റെ സിനിമയിലൊക്കെയാണെങ്കിൽ ഓക്കെ നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന പറയും. ഇത് അങ്ങനെയല്ല, ഞങ്ങൾ ആരും അറിയുന്നല്ല. ഇപ്പോൾ ഇവൻ ഞങ്ങൾ സിത്തു ഞങ്ങളുടെ ടീമിൽ ആരും ഞങ്ങളാരും മുന്നേ തമ്മിൽ പരിചയമില്ല, എല്ലാവരും ഓഡീഷൻ ത്രൂ അല്ലെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്ത് വന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ സിനിമ പറയുന്നതിന് മുമ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മറ്റേ ഷൈൻ ടോം ചാക്കോ ഷൈൻറോ ആണ് ഈ കഥ കേട്ട് ഓക്കെ ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡേറ്റിൻ്റെ പ്രശ്നങ്ങൾ കാരണം പിന്നെ അതും നീണ്ടുപോയി. അപ്പോൾ അങ്ങനെയാണ് പ്രശാന്ത് ഈ പറഞ്ഞാൽ പുതിയൊരാളെ വെച്ചിട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് തീരുമാനിക്കുകയും പിന്നെ അതിന് വേണ്ടിയുള്ള പ്രോസസ് ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. നമുക്ക് കിടന്നുറങ്ങുമ്പോൾ ഒരു സിനിമ നമ്മുടെ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനും റെഡിയാണ്. ഇപ്പം പ്രശാന്ത് പറയുകയാണ് തല കുത്തിക്കാൻ പറയുന്നത് നമ്മൾ റെഡിയാണ്. തീർച്ചയായിട്ടും ത്രൂ പ്രോപ്പർ ചാനൽ. അതാണ് അത് പറയുമ്പോഴായിരിക്കും ആ ഒരു ക്രൂവിനും അതിൻ്റെ ഒരു ഇങ്ങനെയുള്ള പബ്ലിക് സ്പേസിലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഹാർഡ് വർക്കിന് ഒരു റിസൾട്ട് കിട്ടും എന്നുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്കത് അഭിമാനത്തോട് പറയാൻ പറ്റും. എനിക്കാണ് ആദ്യം സിത്താരനെ ആദ്യം കാസ്റ്റ് മീൻസ് ലിമൻ്റെ മുമ്പ് ഇന്നായത് സിത്താരയാണോ? ഇല്ല, എൻ്റെ അടുത്ത് പറയുമ്പോൾ ലിമൽ ഉണ്ടായിരുന്നു, ഒരു പ്രൊജക്റ്റിൽ ലിമൽ ഉണ്ടായിരുന്നു. ഇതിപ്പം ഈ പോസ്റ്ററിലൊക്കെ കാണുമ്പോൾ യുവർ ലുക്ക്, ഞാൻ ലിമലിനെ കാണുന്നത് ആ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇപ്പോഴാണല്ലേ കാണുന്നത്. 3 വർഷം കഴിഞ്ഞിട്ടാണ് ലിമലിനെ കാണുന്നത്. ഇപ്പോൾ താടിയും മുടിയൊക്കെ വെട്ടി വൃത്തി സുന്ദരനായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ മൂവീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ മൂവീസിനേക്കാൾ കൂടുതൽ ഞാൻ മെയിനായിട്ടും ഐ ആം ആൻ ആങ്കർ. ഞാൻ സ്പോർട്സ് ISL IPL ഒക്കെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 5 വർഷത്തോളമായി. അതെ, ആങ്കറിങ്ങിലൂടെയാണ് വന്നത്. എക്സൽ ആങ്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിൽ ആദ്യം ആങ്കർ ആയിരുന്നു. അങ്ങനെ അത്
അതിൽ കൂടെയാണ് ഞാനിപ്പം ഹാപ്പി സർദാർ ചെയ്തത് ഇതിനു മുമ്പ്. ഹാപ്പി സർദാറാണ്. വലിയൊരു ടീമിന്റെ കൂടെ അതെ അതെ, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അതിലിപ്പം കാളിദാസ് ആയിരുന്നു ഹീറോ, ബാലു വർഗീസ്, ശ്രീനാഥ് വാസി, അതുപോലെ അമ്മയായിട്ട് മാലാ പാർവതി, അച്ഛനായിട്ട് സിദ്ദിഖ്, അതുപോലെ തന്നെ നമ്മൾ സിനിൽ സൈനുദ്ദീൻ, ഷറഫ്, ബാസി, ഒരുപാട് പേരുണ്ട്. ഇപ്പം നമ്മൾ ആ ഒരു സിസ്റ്റേഴ്സ് ആണെങ്കിലും അഖിലയാണെങ്കിലും ചിപ്പി ആണെങ്കിലും മെറിനാണെങ്കിലും ഞങ്ങൾ ഭയങ്കര ഫണ്ണായിരുന്നു. ആ ഒരു ലൊക്കേഷൻ ഫുള്ള് ഫണ്ണായിരുന്നു. അതിനുശേഷം ചെയ്തതാണ് കൂണ്. അത് കഴിഞ്ഞിട്ട് വലിയൊരു ഗ്യാപ്പ് വന്നു, കോവിഡിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ISL ആയിട്ട് മുംബൈയിലായിരുന്നു. അങ്ങനെ അതിനുശേഷം വലിയ ഗ്യാപ്പൊന്നും പറയാൻ പറ്റില്ല. കൂണ് ചെയ്തതിന് ശേഷം എന്നെന്നും ഒരു പടം ചെയ്തു, ശാലിനി ഉഷാദേവി. ഇപ്പം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ആ ഒരു പടത്തിന്. ഒരൊറ്റ ദിവസത്തെ ഷൂട്ടും ഉണ്ടായിരുന്നുള്ളൂ. അതും ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഇതൊക്കെയാണ് ഇപ്പം സിനിമാ വിശേഷങ്ങൾ. ഇതൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നു മെയിൻലി നോട്ടീസ് ചെയ്യാം. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആസ് ആൻ ആക്ട്രസ് നമ്മളെ പ്രേക്ഷകർ ജഡ്ജ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലം മുമ്പ് ഇറങ്ങിയിരുന്നു. ടീസർ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും. എനിക്ക് ഡയറക്ടറും പറഞ്ഞിരുന്നു ഒരു A സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് സിനിമയ്ക്ക് കിട്ടിയതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നപ്പോൾ അതിനെ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ ഇപ്പൊ നമുക്ക് ട്രെയിലറിൽ കാണുമ്പോഴും മനസ്സിലാവും ഒരു വേറൊരു ടൈപ്പ് ക്യാരക്ടറാണ്. നിങ്ങൾ രണ്ടുപേരുടെയും നോർമലായിട്ട് അഭിനയിക്കുന്ന പോലെ അല്ല, അതൊരു കുറച്ചൊരു ഹെവി സാധനമാണ്. എല്ലാവരുടെ ഉള്ളിലൊരു സൈക്കോ ഉണ്ടെന്ന് പറയുന്ന പോലെ എനിക്കതത്ര വലിയ പാടൊന്നും അല്ലായിരുന്നു. അത് കുറെ എൻ്റെ ഉള്ളിൽ സൈക്കോയെ പുറത്ത് കൊണ്ടുവന്നു പറഞ്ഞാൽ മതി. ഏറ്റവും കൂടുതൽ അതിൽ അനുഭവിച്ചത് ലിമലാണ് കേട്ടോ. ചില സമയത്ത് പുള്ളി ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അങ്ങനെ എക്സ്ട്രീം മൂഡ് സ്വിങ്സ് ഒന്നും ഇല്ല. ചില സമയത്ത് ഞാനിങ്ങനെ എന്തെങ്കിലും ആലോചിച്ച് സോൺഡ് ഔട്ട് ആയിട്ടൊക്കെ ഇരിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴേക്കും ലിമലൊരു ഡയലോഗും പറഞ്ഞിട്ട് ഞാൻ ലിമൽ എണിച്ച് പോടാ അവിടെ നിന്ന് എന്നിട്ട് ലിമലിൻ്റെ അടുത്ത് ഇങ്ങനെ ചൂടാവും. ചില സമയത്ത് എനിക്ക് കരച്ചിൽ വന്നിട്ട് ഞാൻ ആ സെറ്റിൽ നിന്ന് ഇറങ്ങി ഓടി പുറത്ത് പോയിട്ട് നിന്ന്. കാരണം ഭയങ്കര ക്ലസ്ട്രോഫോബിക് ആക്കുന്ന ഒരു സിറ്റുവേഷനാണ് ആ ഒരു ഷൂട്ട് ചെയ്യുമ്പോഴുള്ളത്. കാരണം റെഡ് പെയിൻ്റ് അടിച്ച് എയർ സർക്കുലേഷൻ ഒന്നും ഇല്ലാതെ മൊത്തത്തിൽ ഇരുട്ടായിട്ടുള്ള ഒരു ഫ്ലാറ്റിലായിരുന്നു ഞങ്ങളെല്ലാവരും 21 days. ഇവരൊക്കെ അവിടെയായിരുന്നു താമസം. ഞാനത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് പാക്കപ്പ് ആയി കഴിയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ പോയി കിടന്നുറങ്ങും. ഇവര് ഭക്ഷണവും എല്ലാം അവിടെ. ആ റൂമിൽ തന്നെ എൻ്റെ ക്യാരക്ടറിൻ്റെ ആ ഒരു സെയിം റൂമിൽ തന്നെ താമസിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു മൊത്തത്തിൽ നമ്മൾക്ക് ആ ഒരു ഷെയ്ഡ് കിട്ടുവാണെങ്കിൽ അത്രയും ക്യാരക്ടറിന് ഗുണമാണെന്ന് ഓർത്തിട്ട് ഞാൻ താഴെ നമുക്ക് ഓൾറെഡി എല്ലാവർക്കും ഫ്ലാറ്റ് ഉണ്ട്, ഫുള്ളി ഫർണിഷ്ഡ് ഫ്ലാറ്റ് ഉണ്ട്. എങ്കിൽ പോലും ഞാൻ പ്രശാന്തിൻ്റെ അടുത്ത് പറഞ്ഞു, പ്രശാന്ത് ഞാൻ വൈകുന്നേരം ഇവിടെ കിടന്നോളാം, കുഴപ്പമില്ല. അപ്പോൾ പ്രശാന്ത് വേണ്ട, പൊടിയൊക്കെ അല്ലേ, ജലദോഷമൊക്കെ ബേസിക്കലി ഹെൽത്തിൻ്റെ പ്രശ്നമുണ്ട്. കോവിഡ് ടൈം എല്ലാവർക്കും കോവിഡിൻ്റെ ക്ഷീണമൊക്കെ ഉള്ള സമയത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതാണ് എനിക്ക് ഞാൻ ഈ ഫുൾ പ്രോസസ്സ് ശരിക്കും പറയാം. ഞാൻ പ്രശാന്തിനോട് പറയും, മച്ചാനെ ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വിശന്നിരിക്കുന്ന ഒരാൾക്ക് നമ്മളൊരു ഹഗ് കൊടുക്കുന്നതിലല്ലോ കാര്യം, അവർക്ക് ഫുഡാണ് വേണ്ടത് അല്ലേ. അത് കൊടുക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടല്ലോ, വളരെ വിശന്ന് കിടക്കുന്ന ഒരാൾക്ക് ഒരു കൊച്ചിന് നമ്മൾ ഒരാൾ വന്ന് ഫുഡ് കൊടുക്കുമ്പോൾ അത് മനസ്സിൽ നിന്നൊരു ചിലപ്പോൾ വളരെ കുഞ്ഞു കൊച്ചാണല്ലോ അത് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. നന്ദി എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഡിവൈൻ വേർഡ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് തന്നെയായിരുന്നു. ഞാൻ ആഗ്രഹിച്ച ഒരു സാധനമാണ് ഇതുപോലെ എൻ്റെ കയ്യിലേക്ക് എത്തിയത്. അതുകൊണ്ട് ഞാൻ ഫുൾ പ്രോസസ്സ് ഭയങ്കര ഷൂട്ട് തീരല്ലേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തീരാൻ പോകുമ്പോൾ നമുക്ക് സങ്കടം. ഡയറക്ടർ പറഞ്ഞൊരു കാര്യം, ഡയലോഗൊക്കെ ബൈഹാർട്ട് അടിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത് ലിമിൽ പറഞ്ഞില്ല. നിങ്ങൾ രണ്ടുപേരുടെയും ക്വാളിറ്റീസ് പറഞ്ഞ കൂട്ടത്തിൽ ലിമിനെ കുറിച്ച് പറഞ്ഞതാണ് എല്ലാം. അത് ഞാൻ ചോദിച്ചാൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തതിന്റെ എക്സ്പീരിയൻസിന്റെ പുറത്ത് വന്നതാണോ? തീർച്ചയായിട്ടും. ഞാൻ അതായത് കാരണം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് ഒക്കെ ഒരുപാട് ആർട്ടിസ്റ്റിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിലൂടെ വന്നോണ്ടായിരിക്കും അങ്ങനെ? തീർച്ചയായിട്ടും. ഒന്ന് നമ്മളുടെ ഒരു അറിയാനുള്ള ആഗ്രഹം. അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ ആദ്യം തുടക്ക സമയത്ത് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ സിനിമയിൽ ഒന്നും ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രം. എങ്ങനെ തുടങ്ങിയത്? ഞാൻ ചോദിച്ചാൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് തന്നെ തുടങ്ങി, ആരുടെ കൂടെ വർക്ക് ചെയ്തത്? ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഞാൻ ചെയ്ത അസിസ്റ്റന്റ് ഡയറക്ടർ ചെയ്തതെന്ന് വെച്ചാൽ ജേട്ടൻ നായകനായിട്ടുള്ള ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറഞ്ഞ പ്രോജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ രജീഷ്, ക്യാമറമാൻ എൽദോട്ടൻ, ഞങ്ങളെല്ലാവരും ഒരു പുതിയ ടീമാണ്. നമ്മൾ ഒരു 3 കൊല്ലത്തോളം അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്തിട്ടാണ് സിനിമ ആദ്യം ഓണാവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് കിട്ടിയൊരു ലക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും നമ്മളുടെ ഡയറക്ടർ നമ്മൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് എനിക്ക് അവിടെ കുറേ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റി. എന്നുവെച്ചാൽ പ്രൊഫഷണലി ഇപ്പോൾ ഈ സിനിമയിൽ നമ്മൾ ഒരു ബന്ധവുമില്ല, ലക്കും പിന്നെ നമ്മുടെ ഹാർഡ് വർക്കും നമ്മൾ ആ ക്യാരക്ടർ ഫിറ്റാന്ന് തോന്നുന്നുണ്ട്. നമ്മൾ കറക്റ്റ് ത്രൂ പ്രോപ്പർ ചാനലിൽ വന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായ സമയത്ത് എനിക്ക് ഡയറക്ടർ സുഹൃത്തായതുകൊണ്ട് തന്നെ ഇപ്പോൾ രജീഷ് പറയും, മച്ചാനെ ആ സാധനം അങ്ങ് ചെയ്യേ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ആദ്യ സിനിമ തന്നെ കയറി ഇടപെടാനല്ല ഇൻവോൾവ് ആവാൻ പറ്റി. ബിക്കോസ് ഇപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഈ വർക്കൗട്ട് പനമ്പള്ളികളിൽ ചെയ്യുന്ന സമയത്ത്
ഈ ജേട്ടൻ അവിടെ വർക്കൗട്ട് ചെയ്യാൻ വരും. അപ്പോൾ ജേട്ടൻ എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഈ പറഞ്ഞ പരിപാടികളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യും. സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും അറിയില്ല, ഞാൻ ഫസ്റ്റ് സിനിമ വരയ്ക്കണം. പക്ഷേ ജേട്ടൻ്റെ എക്സ്പീരിയൻസ് ചേട്ടൻ പല കാര്യങ്ങളും പറയുന്നു. ആ സമയത്തൊക്കെ നമ്മളെ ഭയങ്കര ലേണിംഗ് പ്രോസസ്സ് നടന്നു. ഫസ്റ്റ് സിനിമയിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ സമയത്ത് ഒരുപാട്, അതായത് ഈ എൻ്റെ ചീഫ് അസോസിയേറ്റ് നിതിൻ മൈക്കിൾ എന്ന് പറഞ്ഞ നിതിൻ ഭായ് ആയിരുന്നു, നമ്മുടെ ജീൻ പോൾലാൽ അവരുടെ കസിനാണ്. അപ്പോൾ റഫീഖ, ഇവരൊക്കെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടാണ് ഇതിലേക്ക് വരുന്നത്. ഞാൻ ഫസ്റ്റ് സിനിമ ഇവർ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കുക എന്ന് വെച്ചാൽ ഡയറക്ടർ എന്നെപ്പറ്റി കൊടുത്തേക്കണ ഒരു വിശ്വാസം വെച്ചിട്ട്. എനിക്കാണ് സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ അറിയുപോലുമില്ല. ഫസ്റ്റ് സിനിമത്തെ നമുക്ക് അറിയില്ല, പക്ഷേ ഞാൻ ഓരോ കാര്യങ്ങളും അവിടുന്ന് പഠിക്കാൻ തുടങ്ങി. എനിക്ക് എല്ലാം കിട്ടിയാലും ബോണസാണ്. എനിക്കൊന്നും അറിയില്ലാത്ത എന്ത് കിട്ടി, അറിയാൻ ആഗ്രഹമുള്ളപ്പോൾ എന്ത് കിട്ടിയാലും ബോണസാണ്. അവിടെ നിന്നുള്ളൊരു ട്രാവൽ എന്നെ ഭയങ്കരമായിട്ട് മോൾഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഫസ്റ്റ് സിനിമ തന്നെ എടുത്താൽ പോകാത്ത ലോഡ് എൻ്റെ തലയിൽ വന്നു. എൻ്റെ സുഹൃത്തിന് വർക്ക് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കൾ വർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് സിനിമയിൽ ഒരു ക്ലാപ്പ് തൊട്ടുകൊണ്ട് നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഇത് നമ്മൾ കാണാൻ പോലും പറ്റില്ല, ഒന്നുമില്ല. ഇത് നമ്മൾ സ്ക്രിപ്റ്റിൻ്റെ ഡിസ്കഷൻ മുതൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഷോർട്ട് ഡിവിഷനിൽ വരെ എന്നെ ഇരുത്തി. അപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മളത് ഡെഡിക്കേറ്റഡ് ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് താല്പര്യമായിരുന്നു. ഞാനിങ്ങനെ ഓരോന്ന് ചോദിക്കും, അതെങ്ങനെ, ഇതെങ്ങനെ, അതെങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് ഓരോ യാത്രയും നമുക്കൊരു എക്സ്പീരിയൻസാണ്, നമുക്ക് കണ്ടു പഠിക്കും അത്. അപ്പോൾ ഈ ഏറ്റവും എനിക്ക് ഗുണം കിട്ടിയെന്ന് വെച്ചാൽ, ഞാൻ ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നിൽക്കുമ്പോൾ ഈ ജേട്ടനൊക്കെ ചില സമയത്ത് ഡ്യൂപ്പ് കൊടുക്കും, ലുക്കിനൊക്കെ വേണ്ടി ഡ്യൂപ്പ് കൊടുക്കും. അപ്പോൾ ഞാൻ എന്നെയാണെന്ന് വെച്ചാൽ ആ സമയത്ത് ഇപ്പോൾ ചെറിയ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞ് അവിടെയൊക്കെ നിൽക്കും. അപ്പോൾ എനിക്ക് ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ കിട്ടുന്നൊരു അവസരം. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ ഒരു ടേക്കൊക്കെ ചുമ്മാ എടുക്കും ഇതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ചുമ്മാ നമ്മൾ ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ കിട്ടുക. അപ്പോൾ അങ്ങനെ നമ്മളിതെല്ലാം കണ്ട് മനസ്സിലാക്കിയോടുകൂടി ഇതിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് സിനിമയാണെങ്കിൽ പോലും നമുക്ക് ഒത്തിരി ഇതിന് ബാക്കിൽ ഒത്തിരി വർഷത്തെ സ്ട്രഗിൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നും പുതിയതല്ലായിരുന്നു. ഇതൊക്കെ ഈ പറഞ്ഞ ഈ സ്ട്രഗിൾ ഗുണം ചെയ്തു ഈ ഒരു സിനിമയിൽ 100%. ഞാനിപ്പോൾ നാളെ ഏത് ലെവലിലേക്ക് ഉയർന്നാലും എൻ്റെ കഷ്ടപ്പാട് തന്നെയാണ് എന്നെ അവിടെ എത്തിച്ചു തരണം. അതിൻ്റെ അകത്ത് ഒരു ഡൗട്ടും ഇല്ല. ഇതുപോലെ തന്നെ ഞാൻ സിത്തുനും പറഞ്ഞാണ്, പ്രശാന്തനും പറഞ്ഞാണ്, ഞാൻ 2010 ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന സിനിമയുടെ നെക്സ്റ്റ് ബിൽഡിങ്ങിലുള്ള ഫ്ലാറ്റിലാണ് നമ്മുടെ ഈ സിനിമ ഷൂട്ട് നടക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ആ ഷൂട്ട് നടക്കുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ താഴെ നോക്കിയിട്ട് ഒരു ദിവസം പ്രശാന്തനെ വിളിച്ച് കാണിച്ചു, മച്ചാനെ ഇത് അവിടെയാണ് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഈ ഫുഡ് കഴിച്ചത്. അതേ സ്ഥാനത്താണ് എൻ്റെ ഫസ്റ്റ് നായകനായ സിനിമ 12 കൊല്ലം കഴിഞ്ഞിട്ട് തുടങ്ങുന്നത്. അപ്പോൾ എനിക്കതൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. കാരണം ഞാൻ മേളിൽ നിന്നാണ് നോക്കണേ, ഞാൻ താഴെ കിടന്ന ആളാണ്. അപ്പോൾ ഞാനത് നമ്മൾ ഇപ്പോൾ സിനിമയുടെ രീതിയിൽ സിംബോളിക്കൽ പറയുമ്പോൾ അവിടെ വെറുതെ മറ്റേ നിലത്തിരുന്ന് കഴിച്ച ആൾ ഇത്രയും ഫ്ലാറ്റിൻ്റെ മേളിൽ നിന്നിട്ട് നായകനായിട്ട് നിന്ന് കാണുന്ന പറയുമ്പോൾ എന്നെ സംബന്ധിച്ചത് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് എല്ലാം അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്നുള്ളൊരു പദവി ഭയങ്കരമായിട്ട് സപ്പോർട്ട്. കാരണം ഞാൻ ബേസിക്കലി എനിക്ക് ഡയറക്ഷൻ താല്പര്യമുള്ള ആളാണ്. ഞാൻ എൻ്റേതായ രീതിയിൽ ഈ പറയുന്ന പോലെ ആസ് ആൻ ആക്ടർ പ്രൂവ് ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും ഇപ്പോഴും ഞാൻ എൻ്റെ സ്ക്രിപ്റ്റുകളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ട്, അപ്പോൾ തീർച്ചയായും നമുക്ക് ഡയറക്ടർ ആവാൻ തന്നെയുള്ള ഒരു ആഗ്രഹമുള്ള ആളാണ്. പക്ഷേ അതൊരു ഫസ്റ്റ് പ്രിഫറൻസ് അല്ല. ഇപ്പോൾ രാജുവേട്ടനൊക്കെ ചെയ്ത പോലെ നമ്മൾ ആക്ടറായിട്ട് പ്രൂവ് ചെയ്തതിന് ശേഷം നമ്മളുടെ അത് എനിക്ക് ഡയറക്ടർ ആവണം എന്നുള്ള ആഗ്രഹത്തൊക്കെ ഉപരി ആ ഒരു പൊസിഷനോടുള്ള ഒരു റെസ്പെക്റ്റാണ്. അതൊരു മേക്കർ എന്ന് പറഞ്ഞ ഒരു ചെറിയ കാര്യമല്ല. അത് അറിയാവുന്നവർക്ക് അറിയുള്ളൂ. നമുക്കിപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ ഇത് ഞാനും ചെയ്യാമെന്ന് പറയും, പക്ഷെ അങ്ങനെയല്ല. അത് വൃത്തിയായിട്ട് ചെയ്യുക, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക, അതൊരു വെറൈറ്റി സിനിമയാവുക എന്നുള്ള ആ പൊസിഷനുള്ള റെസ്പെക്റ്റ് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും എനിക്ക് ഡയറക്ടർ ആവാൻ ആഗ്രഹമുണ്ട്. അത് എനിക്ക് അഭിനയിക്കാൻ നല്ല അവസരം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഒത്തിരി പടങ്ങൾ ഡയറക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ എൻ്റെ ഒരു ചോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണാത്ത സിനിമകൾ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. അപ്പോൾ തീർച്ചയായിട്ടും കാണാത്ത സിനിമകൾ ചെയ്യാൻ തന്നെയാണ്. ഇപ്പോൾ ലാലേട്ടനൊക്കെ ബറോസൊക്കെ ചെയ്ത പോലെ നമുക്ക് ആ സമയത്ത് നമുക്കിത് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ബഡ്ജറ്റ് പ്രശ്നമായിരിക്കില്ല, നമ്മളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് നമുക്ക് ബഡ്ജറ്റ് വരും. അപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യാൻ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ പറഞ്ഞ പോലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു. ഇപ്പോൾ സിത്താര വന്നത് എനിക്ക് ആങ്കറിങ്ങിലൂടെയാണ്. അത് എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട്? ഏതെല്ലാം രീതിയിൽ ഈ സിനിമയിൽ ഒരു അഭിനയിക്കാൻ വന്നപ്പോൾ? അഭിനയത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പണ്ട് സ്കൂളിലൊക്കെ മോണോ ആക്ട്, നാടകം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് നിർമ്മൽ സിസ്റ്റർ പറയുമായിരുന്നു, സ്കൂളിൽ പഠിക്കുമ്പോൾ നിർമ്മൽ സിസ്റ്റർ വന്നിട്ട് പറയുമായിരുന്നു, പുള്ളിക്കാരിയാണ് ആദ്യത്തെ മോട്ടിവേഷൻ, അഭിനയത്തിൻ്റെ കാര്യത്തിൽ ആദ്യത്തെ മോട്ടിവേഷൻ സിസ്റ്റർ തരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കോൺഫിഡൻസ് ഏതൊരു ക്യാരക്ടർ ചെയ്യാനാണെങ്കിലും, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ട്രാവൽ ചെയ്യാനാണെങ്കിലും, 4 ആളോട് സംസാരിക്കാനാണെങ്കിലും ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നത് എനിക്ക് ആങ്കറിങ്ങിലൂടെയാണ്. ക്യാമറയുടെ മുന്നിൽ നിൽക്കാനൊരു പേടിയില്ല. അതുപോലെ തന്നെ ട്രാവൽ ചെയ്ത് പോകുമ്പോഴാണെങ്കിൽ എനിക്ക് ഭാഷകൾ അറിയാം.
ആ ഒരു കോൺഫിഡൻസ് ഉള്ളത് എല്ലാത്തിലും പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇപ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യാനാണെങ്കിൽ ഇപ്പം കുറച്ച് അഭിനയിക്കാൻ ടഫുള്ളതൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൽ വർക്കൗട്ട് ചെയ്ത് എടുക്കാൻ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എക്സ്പ്ലോർ ചെയ്ത് പുതിയത് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യത്തിൽ, ഇപ്പോൾ അഭിനയത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ എന്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ധൈര്യം തന്നെയാണ് ഈ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ടും ഉണ്ടായിരുന്നത്. ഇപ്പൊ വർക്ക്ഷോപ്പ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു പറഞ്ഞു, എല്ലാരും മോൾഡ് ചെയ്ത് എടുത്തിട്ടാണ് നിങ്ങളെല്ലാം ഷൂട്ട് തുടങ്ങുന്നത്. അതെ അതെ. പക്ഷെ ഏതെങ്കിലും രീതിയിൽ ചില സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ കുറെ റീടേക്ക് പോകുമോ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ നിങ്ങൾ രണ്ടുപേരും? ശരിക്കും ഈ റീടേക്കിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ സിങ് സൗണ്ടാണ് ചെയ്തത്. ചില ഷോട്ടൊക്കെ 10 ടേക്കൊക്കെ പോയി. എന്താ നമ്മുടെ പെർഫോമൻസോ ക്യാമറ ടെക്നിക്കൽ ഇഷ്യൂ അല്ല, നമ്മൾ അടിപൊളിയായിട്ട് ചെയ്ത് 2 സൈഡും കറക്റ്റ് വർക്കൗട്ട് ആയി ഓക്കെ ടേക്കിലേക്ക് പോകുമ്പോൾ തീരാറാകുമ്പോഴായിരിക്കും ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും, അതായത് ഒരു കാക്ക വന്ന് പറക്കണ പോലും ചിലപ്പോൾ ഡിസ്റ്റൻസ്. കാരണം നമ്മുടെ അവിടുത്തെ ഒരു ഡിസിഷൻ മേക്കർ എന്ന് പറഞ്ഞാൽ ഡയറക്ടർ അല്ലായിരുന്നു, അവിടെ സിങ് സൗണ്ടിന് ആളിരിപ്പുണ്ട്. അപ്പോൾ നിതിൻ ബ്രോ പറയും റീടേക്ക്, പുള്ളിയുടെ വിളി എങ്ങനെയാണ് റീടേക്ക്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഷോട്ട് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യും. കാരണം പുള്ളി എന്താ പറയണമെന്ന് അറിയാം. കാരണം അപ്പുറം ഒരു ഫ്ലാറ്റിലൊരു വെൽഡിങ്ങോ ഒരു സൈറം മുഴുങ്ങിയാൽ പോലും റീടേക്ക് ഭയങ്കര പ്രശ്നമാണ്. അതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചലഞ്ച്. ബാക്കിയെല്ലാം നമ്മളൊരു പിക്നിക് മുകളിൽ അടിച്ച് പൊളിക്കുമായിരുന്നു. എല്ലാവരും അവസരം കിട്ടിയില്ല, നമുക്ക് പ്രൂവ് ചെയ്യൊരു സാധനം കിട്ടി. അപ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് വേറെ ടെൻഷനൊന്നുമില്ല, പ്രൂവ് ചെയ്യുക. ഈ സ്ക്രിപ്റ്റ് ഒക്കെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്തിട്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഡയലോഗ്സ് ഒക്കെ ഇംപ്രവൈസേഷൻ ഒക്കെ സിങ് സൗണ്ട് ആയതുകൊണ്ടും കൂടി എങ്ങനെ കയ്യിൽ നിന്നൊക്കെ ഇട്ടിട്ട് ഡയലോഗ്സ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊക്കെ അതിനകത്ത് വേറെ ഫ്രീഡം ഉണ്ടായിരുന്നു? അല്ല, ഈ പ്രശാന്ത് നമുക്ക് എന്തും ചെയ്യാനുള്ളൊരു ഫ്രീഡം തീർച്ചയായിട്ടും തരുന്ന ഒരു ഡയറക്ടറാണ്. നമുക്ക് ഇപ്പം ഞാൻ ഈ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ സമയത്ത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിന്നുകൊണ്ട് തന്നെ പല നമുക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ഞാൻ ആദ്യം തന്നെ പറയുമായിരുന്നു. അപ്പോൾ നല്ലതാണെങ്കിൽ അത് പ്രശാന്ത് മച്ചാനെ കൊള്ളടാ നമുക്കിത് ഇടാം എന്ന് പറയും. അത് അൺഫിറ്റ് ആണെങ്കിൽ പ്രശാന്ത് പറയും ഇത് നമുക്ക് ഇവിടെ ഫിറ്റ് ആവില്ല. അപ്പോൾ ആ ഒരു ഗിവ് ആൻഡ് ടേക്കും ആ ഒരു ഫ്രീഡവും അദ്ദേഹം തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം കൈന്നിടേണ്ട ഒരു കാര്യമില്ല. ബിക്കോസ് ആ സ്ക്രിപ്റ്റിൽ പറഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങളാണ് അതിൻ്റെ അകത്ത് ഫിറ്റഡ്. പിന്നെ ചിലപ്പോൾ ആ മൊമെൻറ്റിൽ എന്തെങ്കിലും വരുന്ന സാധനങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഇടുക എന്നല്ലാണ്ട് ഒരു ബേസ് പറയുകയാണെങ്കിൽ ഓൾറെഡി അതിൻ്റെ അകത്ത് നമ്മുടെ സ്ക്രിപ്റ്റ് ഡിമാൻഡ് സാധനങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ അധികം കൈന്നിട്ട് കൊളാക്കേണ്ട കാര്യമില്ല. എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് റോഷൻ ചേട്ടനാണ്. റോഷൻ ചേട്ടൻ നമ്മൾക്ക് ഷൂട്ട് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. പുള്ളിക്കാരന് ആ ഒരു സീൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്, ഒരു ഡയലോഗ്, റോഷൻ എന്ന് വെച്ചാൽ അസോസിയേറ്റ് ആണ്. അപ്പോൾ റോഷൻ വന്നതിന് ശേഷം നമ്മൾ ആ ഒരു കാണുന്ന പേഴ്സ്പെക്റ്റീവേ എനിക്ക് ശരിക്കും പുള്ളി മാറ്റി തന്നിട്ടുണ്ട്. അതായത് ഒരു ഡയലോഗ്സ് ചിലപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് ഇടുകയായിരിക്കും, അത് കയ്യിൽ നിന്ന് ഇടുന്ന ഡയലോഗ് കുറച്ചും കൂടി പോളിഷ് ചെയ്ത് ആ ഒരു സിറ്റുവേഷൻ കൂടുതൽ മനസ്സിലാക്കി അത് എങ്ങനെ അവിടെ പ്രതിഫലിപ്പിക്കാം എന്നെനിക്ക് പുള്ളി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പം ആ ഒരു ക്യാരക്ടറിൻ്റെ ഉള്ളിൽ ഈ ഒരു സിറ്റുവേഷനിൽ എന്തായിരിക്കും ചിന്തിക്കുന്നത്, അതിൻ്റെ പല പേഴ്സ്പെക്റ്റീവ് മനസ്സിലാക്കിയ ഒരു ഡയലോഗ് ഡെലിവറി എനിക്ക് പുള്ളി കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ സ്ക്രിപ്റ്റ് എനിക്ക് കൂടുതൽ മനസ്സിലാക്കി തന്നതും പുള്ളി തന്നെയാണ് കേട്ടോ. ഇത് പറഞ്ഞ വളരെ കറക്റ്റ് ആയിരിക്കാം. ഈ റോഷൻ ബ്രോ ആണെങ്കിലും അദ്ദേഹത്തിന് ഒരു നമ്മുടെ ഒരു സീൻ കൺവേ ചെയ്യുന്നതിന് ഒരു സ്റ്റൈലുണ്ട്. വളരെ നമ്മുടെ ഇപ്പോൾ എൻ്റെ നേച്ചർ എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പുള്ളി നമുക്ക് ഡയലോഗിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ സീനിനെ കുറിച്ച് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സാധനം ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാവരും ഭയങ്കരമായിട്ട് ഇപ്പോൾ നമ്മളുടെ സിനിമ ഇപ്പോൾ ഇത് ഭയങ്കര ഹിറ്റ് അടിച്ചാലും ഇത് എൻ്റെ സിനിമ മാത്രം പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ സിത്തുവിൻ്റെ സിനിമ എന്ന് പറ്റില്ല. ഇത് ഫുൾ ടീം ഇതിൻ്റെ പുറകിൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരാളുടെ ഒരു സിംഗിൾ ഷോൾഡറുടെ സക്സസ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് ആരൊക്കെ ഭാഗമായിട്ടുണ്ടോ അവരുടെ ഒക്കെ സ്വെറ്റ് ഇതിൻ്റെ പുറകിലുണ്ട്. ഇത് പുള്ളി ഒരു സീൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന, ഇപ്പം നമ്മൾ വാഷ്റൂമിനുള്ളിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും അവിടെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ക്യാരക്ടറിന് കാണുന്നൊരു കൗതുകമുണ്ട്. അതൊരു ഇന്നയാൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്ന സാധനങ്ങൾ കാണുമ്പോൾ ഉള്ളൊരു ഞെട്ടൽ. പുള്ളി അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്, എവൾ അവിടെ നിന്ന് വരികയാണ്, അവൾ ഉള്ളിൽ കയറിയിട്ട് ആ പെണ്ണ് ഇങ്ങനെ നോക്കുമ്പോൾ അതൊക്കെ കാണുന്നുണ്ട്, വെറുതെ ഇങ്ങനെ നോക്കി നിന്നാൽ പോരാ. അപ്പോൾ അവൾ എന്തൊക്കെയായിരിക്കും ചിന്തിക്കുന്നത്, ഇത് എന്തൊരു ഈ സാധനം ഇവിടെ ഇരിക്കണത്, അവൻ എന്തിനു കൊണ്ടുവന്നത്. അപ്പോൾ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന രീതി ഇങ്ങനെയാണ്. ആ പെണ്ണപ്പോൾ അവിടെ വന്ന് കയറി കഴിഞ്ഞിട്ട് ഇങ്ങനെ കണ്ണാടി നോക്കിക്കൊണ്ട് വെറുതെ ഇങ്ങനെ നിൽക്കുമല്ല. ചിലപ്പോൾ ക്യാരക്ടർ ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കുന്നതായിരിക്കും സ്ക്രിപ്റ്റിൽ, പക്ഷെ അവളുടെ മനസ്സിൽ എന്തരാണെന്ന് കൂടി ചിന്തിച്ചിട്ട് വേണം നമ്മളത് കാണിക്കാനായിട്ട്. അങ്ങനെ പുള്ളി പറഞ്ഞു തരും. ഈ ഒരു ഭാഷയിൽ വന്ന് പുള്ളി പറഞ്ഞു തരും. സിമ്പിളായിട്ടുള്ള കാര്യം പുള്ളി പറയുന്നത്, പക്ഷേ
അതിൽ നിന്ന് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ കുറേ ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പറഞ്ഞു തരികയാണ്. യെസ്. ഇപ്പൊ എങ്ങനെയാണെങ്കിൽ അടുത്ത പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഇതിന്റെ റിലീസിന് കഴിഞ്ഞ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മളൊരു സാധനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് ചെയ്തിട്ടുണ്ടല്ലോ, നമ്മളൊരു സാധനം നമുക്ക് കിട്ടിയത് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടിന് വേണ്ടി ഇതിന്റെ റിസൾട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി 2 പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ പറയുന്ന പോലെ അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് നടക്കുന്നു. ബട്ട് ഇതിൻ്റെ ഒരു നല്ല റിസൾട്ട് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല ചോയ്സുകൾ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ വന്നതെന്ന് വെച്ചാൽ കിട്ടാവുന്നതിൽ നമുക്ക് കുഴപ്പമില്ലാത്ത ചൂസ് ചെയ്തേക്കണം. കുറച്ചുകൂടെ നമുക്ക് വൈഡായിട്ട് ചിന്തിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി വരും. അതുകൊണ്ട് ഇതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഹോപ്പ്ഫുള്ളി നന്നായിട്ട് വരുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് സിത്താര ഇപ്പോൾ വേറെ മൂവീസ് ഇത് കഴിഞ്ഞിട്ട് ഏതൊക്കെയാണ് ചെയ്തത്? ഞാനിപ്പോൾ ഓൾറെഡി ഒരു തമിഴ് മൂവി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലിപ്പം ധന്യ ബാലകൃഷ്ണനാണ് മെയിൻ ലീഡായിട്ട് വരുന്ന ഒരു ഹൊറർ മൂവിയാണ്. അതിലൊരു ഡബിൾ റോളാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയാൻ മേലെ. ഒരുപാട് ലാംഗ്വേജസ് ഒക്കെ അറിയാം. തമിഴിൽ സ്വന്തമായിട്ട് തന്നെയാണോ ഡബ് ചെയ്തത്? സ്വന്തമായിട്ടല്ല ഡബ് ചെയ്തത്. നമുക്ക് തമിഴ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മലയാളം കലർന്ന ഒരു തമിഴല്ലേ. നമ്മൾക്കൊരു പ്രോപ്പർ തമിഴ് വേണ്ടതുകൊണ്ട് വേറെ ആളാണ്. ഇല്ല, ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തമിഴാണെങ്കിലും ഹിന്ദി ആണെങ്കിലും എനിക്ക് നന്നായി അറിയാവുന്ന 2 ഭാഷയാണ്. നമ്മൾ കറക്റ്റായിട്ട് തമിഴ് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് ആ മലയാളി ടച്ച് കിട്ടും. ഇപ്പൊ ഈ ഒരു റിലീസ് സെപ്റ്റംബർ 27 ഓണൊക്കെ കഴിഞ്ഞിട്ടാണ്. ഇപ്പൊ ഒരുപാട് സിനിമകൾ ഓണത്തിനും വരുന്നുണ്ട്. പക്ഷേ ഈ വർഷം നല്ല വർഷമാണ്. പക്ഷെ അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വന്നിട്ട് ഇപ്പൊ കുറെ പ്രശ്നങ്ങൾ നടക്കില്ല. അതൊക്കെ ഞാൻ ആ ഒരു കാര്യത്തിലൊക്കെ പേടിയുണ്ടോ? നിങ്ങളുടെ ഒരു ആദ്യത്തെ സിനിമ പേടിയുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് ചെയ്താലേ പേടിക്കേണ്ട കാര്യമുള്ളൂ. അല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. സിനിമ എന്ന് പറഞ്ഞൊരു മേഖലയ്ക്ക് ഭയങ്കരമായിട്ട് ഒരു മോശമായിട്ടുള്ള രീതിയിൽ സ്പ്രെഡായിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു ഇതിന് നിങ്ങളുടെ ഒരു സിനിമ ഈ ഒരു സമയത്ത് ഇറങ്ങുന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊരു പേടിയുണ്ടോ? അതായത് പേടിയുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ ചെയ്ത സിനിമ നല്ലതാണോ ചീത്തയാണോ അനുസരിച്ച്. ഇപ്പോൾ അതായത് ഭയങ്കരമായ ബഡ്ജറ്റ് വെച്ചിട്ട് സിനിമ ചെയ്തിട്ട് എന്ന് വെച്ചാൽ ഹിറ്റാവണമെന്നില്ലല്ലോ. ഇപ്പോൾ സൂപ്പർ സ്റ്റാർസ് അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് പടം ഹിറ്റാവണമെന്നില്ല. അതിൻ്റെ ഒരു പ്രീ ബിസിനസ് ചിലപ്പോൾ എളുപ്പത്തിൽ നടക്കുമായിരിക്കും. ബട്ട് അതിൻ്റെ തിയേറ്റർ റിസൾട്ടിനെ കുറിച്ച് ഒരിക്കലും, അതായത് ഇപ്പോൾ ലാലേട്ടനും മമ്മൂക്കയും പോലുള്ള ലെജൻസ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയ വലിയ എഴുത്തുകാർ പറഞ്ഞിട്ടുണ്ട്, ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്, സിനിമ എന്ന് പറയുന്നതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഹിറ്റായ സിനിമകൾ മാത്രം ചെയ്താൽ മതിയല്ലോ. എന്തിനാ വെറുതെ ഈ പറഞ്ഞ മോശം സിനിമകൾ ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ഒരിക്കലും റിസൾട്ടിനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളാണെങ്കിലും ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആയിട്ട് ഈ സിനിമ പറയുന്നില്ല. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഇത് പ്രേക്ഷകർക്ക് എന്താ പറയുക, അവരെ ചീറ്റ് ചെയ്യാത്ത ഒരു സിനിമയായിരിക്കും, അല്ലെങ്കിൽ ഡിസപ്പോയിൻമെൻറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മളുടെ ഒരു എക്സ്പെരിമെൻ്റൽ സിനിമയാണ്. ഈ സിനിമ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്, അത് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് വിശ്വാസം. അവരിലേക്ക് എത്തിയാൽ മതി. ഇപ്പം ഈ പറഞ്ഞ റീസെൻ്റ് ഇഷ്യൂവിൻ്റെ കാര്യം സംസാരിച്ചു. നമ്മൾ ഈ ഒരു റീസെൻ്റ് കാലഘട്ടത്തിൽ നടന്ന ഇഷ്യൂസ് നോക്കുവാണെങ്കിൽ ആദ്യം അർജുനും ലോറിയും കാണാതായ കുറേ തെരച്ചിൽ നമ്മൾ നടത്തി. അതിനുശേഷം വയനാട് ഉരുളുപൊട്ടിയപ്പം നമ്മൾ ആ ലോറിയും അർജുനെയും മറന്നു. അത് കഴിഞ്ഞിട്ട് വയനാടിന് ശേഷം അവിടെ കോളേജിൽ കൽക്കട്ടയിൽ ആ ഒരു ഇൻസിഡൻറ്റ് നടന്നപ്പം വയനാടും ഉരുളുപൊട്ടലും നമ്മൾ മറന്നു. ആ കോളേജിലെ ഇൻസിഡൻറ്റ് മറക്കുന്നത് ഇപ്പം ഇങ്ങനെയൊരു റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ്. അതിനുശേഷം ഇനിയൊരു വലിയൊരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഇതും അതുപോലെ മുങ്ങിപ്പോകും. നമ്മളുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് വളരെ കുറവാണെന്നുള്ളതിൻ്റെ വലിയൊരു എക്സാമ്പിളാണിത്. ആ ഒരു കാര്യം പറയുമ്പോൾ നമ്മളുടെ മൂവിയിലെ ഒരു ആർട്ടിസ്റ്റ് ലക്ഷ്മിക കാക്ക എന്ന് പറഞ്ഞ ആ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് വളരെ നെക്സ്റ്റ് ലെവൽ ഒരു ആർട്ടിസ്റ്റാണ്. പക്ഷേ ഷീസ് ഓൺലി 26 വയസ്സുള്ളൂ. ഷാർജയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓഫീസ് സ്പേസിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് ആ കുട്ടി മരിച്ചു. അപ്പോൾ ഞാൻ ഈ ഒരു സിനിമ റിലീസ് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവളുടെ കാര്യമാണ് ഓർത്തത്. കാരണം ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ആ ഒരു ലാസ്റ്റ് ക്ലൈമാക്സിൽ എൻ്റെ കയ്യിൽ നിന്നൊരു ഇടി, അതെ, ഒരു വെച്ചാൽ അറിയാതെ പറ്റിപ്പോയതാണ്. അവൾ ബ്ലാക്ക് ഔട്ടായി നിലത്ത് വീണു. അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്ന് കുറച്ച് നേരം ഞങ്ങൾ കമ്പനി ആവണത്. ആ കുട്ടിയുടെ ഇഷ്യൂ എന്ന് പറയുന്നത് കോവിഡ് വാക്സിൻ്റെ പാർശ്വഫലങ്ങളായിട്ട് ഇതുപോലെ ഹാർട്ട് അറ്റാക്ക് വരുന്ന യങ്സ്റ്റേഴ്സിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ആ സമയത്ത്. ഗുജറാത്തിൽ ഒരുപാട്, അതായത് 17 വയസ്സുള്ള കുട്ടി മരിച്ചതടക്കം ഇതിൻ്റെ പാർശ്വഫലമാണെന്ന്, അതുപോലെ തന്നെ ഇത് അക്സെപ്റ്റ് ചെയ്തൊരു കാര്യവുമാണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഹാർട്ട് അറ്റാക്ക് വരാൻ. അതിനുശേഷം വേറെ ഇൻസിഡൻറ്റ് വന്നു, ഇതും മറന്നു. ഇതിനൊരു സൊല്യൂഷൻ ആരും കണ്ടിട്ടില്ല. നമ്മളെല്ലാവരും വാക്സിൻ എടുത്ത ആൾക്കാരാണ്. അതുപോലെ ഈ ഒരു അറ്റൻഷൻ സ്പാൻ കുറവായതുകൊണ്ട് ഇതുപോലെ ചർച്ച ചെയ്ത് കുറച്ച് കളയുമ്പോഴത്തേക്ക് സൊല്യൂഷൻ കാണാതെ ഇതും അങ്ങോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ സിനിമ എല്ലാവരും, സിനിമ എന്ന് പറയുന്ന ഒരു ഗ്ലാമർ ഫീൽഡ് ആയതുകൊണ്ട്
ഭയങ്കരമായിട്ട് അതിനെ ടാർഗറ്റ് ചെയ്ത് ഈ പറയുന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയയിലാണെങ്കിലൊക്കെ ചർച്ചകൾ, ഇപ്പം നിങ്ങളൊക്കെ സിനിമയിൽ ഒരുപാട് സ്വപ്നം കണ്ടു വന്ന ആളുകളാണ്, നിങ്ങൾ തുടക്കക്കാരാണ് ശരിക്കും പറയുകയാണെങ്കിൽ. പക്ഷേ സിനിമയെ ശരിയല്ല, സിനിമയെ കാണില്ല, ഇങ്ങനെ ഭയങ്കര ചർച്ചകൾ തന്നെ. അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? കാരണം ഈ ഫീൽഡ് ശരിയല്ല, ഫീൽഡ് പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ഒരു അഭിനേത്രി എന്ന രീതിയിൽ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ഈ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ, ആരോപണങ്ങൾ നടക്കട്ടെ അതിൻ്റെ വഴിക്ക്, പക്ഷെ സിനിമേനെ മോശമായിട്ട് കാണുന്നതിനെ കുറിച്ച് ഒരു പുതുമുഖം എന്ന രീതിയിലും പുറത്തേക്കുള്ള ഒരു റെസ്പോൺസ് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ മലയാള സിനിമയ്ക്ക് ഭയങ്കര പേരുദോഷമായിട്ടിപ്പോൾ നിൽക്കുകയാണ്. ആ ഒരു മോശം ഇൻഡസ്ട്രിയാണ്. പുറത്തേക്കൊന്നും വേണ്ട, നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വരെ വളരെ ക്യൂരിയസ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ് സിനിമ എന്ന് പറയുന്നത്. ഇത്രയും മോശമായിട്ടുള്ള കാര്യമാണോ സിനിമയിൽ നടക്കുന്നത് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ വരികയാണ്. ഇപ്പം മൊത്തത്തിൽ ഇപ്പം സിനിമയിലുള്ളവരെല്ലാവരുടെയും ലൈഫ് ഇങ്ങനെ തന്നെയായിരിക്കും, എല്ലാ സിനിമയുടെയും പുറകിൽ ഇങ്ങനെ തന്നെയായിരിക്കും എന്ന് ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. സിനിമയിൽ മാത്രമല്ല, ഒരു IT ഫീൽഡിൽ പൊളിറ്റിക്സ് ഇല്ലേ, ഒരു ഓഫീസ് വർക്ക് ആയിക്കോട്ടെ, അവിടെ പൊളിറ്റിക്സ് ഇല്ലേ, അവിടെ പൊളിറ്റിക്സ് ഇല്ലേ, അങ്ങനെ എന്തൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം സിനിമയുടെ കാര്യം ആയതുകൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു അപ്പുറത്തെ വീട്ടിലൊരു ചേട്ടൻ ഡിവോഴ്സായി, രണ്ടാമത് കല്യാണം കഴിച്ചു, വീണ്ടും ഡിവോഴ്സായി, വീണ്ടും കല്യാണം കഴിച്ചു. അതധികം ആൾക്കാർ അറിയുന്നില്ല. ഒരു സിനിമാക്കാരൻ ഒരു 4 ആൾ അറിയുന്ന ആളായതുകൊണ്ട് അയാൾ ഡിവോഴ്സ് ആവുന്നതും വീണ്ടും എന്തെങ്കിലും ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ളതും ഒക്കെ ആൾക്കാർ അറിയുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ആൾക്കാർക്ക് ബാക്കിയുള്ളവരുടെ ലൈഫിലേക്ക് എപ്പോഴും നോക്കാനായിട്ട് ദേ വിൽ ബി ഓൾവേസ് ക്യൂരിയസ്. എൻ്റെ കാര്യമായിക്കോട്ടെ, നമ്മളുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ സൈക്കോളജി അങ്ങനെ തന്നെയാണ്. ഇപ്പം ഈ ഒരു റിപ്പോർട്ട് പുറത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ചീത്തപ്പേരായിട്ടുണ്ട്. അത് നല്ലതും കൂടിയാണ്. കാരണം ഇനിയും ഒരാൾ ചൂഷണം ചെയ്യപ്പെടാതിരിക്കട്ടെ. ഇപ്പോൾ ഈ പുറത്ത് പറഞ്ഞ ആൾക്കാരായിക്കോട്ടെ, എത്ര നാൾ അവർ ആ ബുദ്ധിമുട്ട് മനസ്സിൽ കൊണ്ടു കിടന്ന് കാണും. ഇതുപോലെ നിലനിൽപ്പിന് വേണ്ടി പുറത്ത് പറയാത്ത എത്ര ആൾക്കാർ കാണും. അങ്ങനെ ഒരുപാട് പേര് ഇപ്പോഴും പറയാതിരിക്കുന്നുണ്ട്, തുറന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ആൻഡ് ഇതിൻ്റെ പുറകെ ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്, പബ്ലിസിറ്റിക്ക് വേണ്ടി അവസരം മുതലെടുക്കുന്ന ആൾക്കാരുണ്ട്. ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞ ആരോപണങ്ങൾ വന്നിരിക്കുന്ന ആളുകൾ, അപ്പം അവരൊക്കെ ഞാൻ പറഞ്ഞ ആരുടെ പേര് പറയുന്നില്ല, നിങ്ങളുടെ കൂടെ അഭിനയിച്ച ആളുകളുണ്ട്, നിങ്ങൾക്കൊക്കെ വളരെ അടുത്ത ആളുകളുണ്ട്. പക്ഷെ ഭയങ്കരമായിട്ട് ഇവരുടെ ഫാമിലിനൊക്കെ ഇത് ടാർഗറ്റ് ആയി വരില്ല. കാരണം ഇതൊന്ന് തെളിയണം. പക്ഷെ ഒരു ആരോപണം വന്നു എന്ന് പറഞ്ഞിട്ട് ഇവരെ തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന അങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതിൻ്റെ ഒരു ട്രൂത്ത് കണ്ടുപിടിക്കേണ്ട ഒരു പരിധിക്കുള്ളിൽ പറയുന്നത് ശരിയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് ചെയ്താൽ അതിനിവിടെ നമുക്ക് എന്താ പറയുക, നമുക്ക് നല്ലൊരു ലോ സിസ്റ്റം ഉണ്ട്, അത് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നടക്കാനുള്ള ടൈം കൊടുക്കുക എന്നുള്ളൂ. ചുമ്മാ ഒരാൾ വന്നിട്ട് പറയുക, അപ്പോൾ അവർക്കൊരു ഫാമിലി ഉണ്ട്. നമ്മളീ പുറത്ത് ഇതിൻ്റെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ താഴെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരും അവർ ചിന്തിക്കേണ്ട ഇത് അവരെ ബാധിക്കാത്ത ഒരു പ്രശ്നമായിട്ടാണ് അവരിതിനെ വലിയ സംഭവമൊക്കെ പറയുന്നത്. തെറ്റ് ചെയ്യാത്തവർക്ക് അല്ലറിയിട്ടേ ഞാൻ പറയുള്ളൂ. അത് അങ്ങനെ ചെയ്യാത്തവർ, ഇതിപ്പോൾ സിനിമയിൽ ഇപ്പോൾ സിദ്ധു പറഞ്ഞാൽ തന്നെ IT ഫീൽഡില്ലേ, എവിടെ ഇല്ലാത്ത, പക്ഷേ ഇത് പറഞ്ഞാൽ 10 പേര് ശ്രദ്ധിക്കുമെന്നുള്ളതുകൊണ്ട് ഒരു ന്യൂസ് വാല്യൂ ഉണ്ടെന്നും അത് ഉണ്ടാക്കിയാൽ അത് പല ന്യൂസുകളും മിസ്ലീഡ് ചെയ്യപ്പെടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ഈ പറയുന്ന പല ക്യാപ്ഷൻ വായിച്ചു നോക്കുമ്പോൾ ഒരു ചർച്ചയില്ല. ഇപ്പോൾ സിദ്ധു പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്. ഇപ്പോൾ അർജുൻ എന്ന് പറഞ്ഞ ഒരാളുടെ ബോഡി ഒരാഴ്ച മുഴുവൻ അവിടെയായിരുന്നു, എല്ലാവരും അവിടെയായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വയനാട് ഇഷ്യൂ അത്രയും ഒരു ഗ്രാമം അവരൊരു 100 കൊല്ലം പുറകോട്ട് പോയി എന്ന് വെച്ചാൽ അവരുടെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യപ്പെടുകയാണ്. ആ ഇഷ്യൂ ഒന്നും മീഡിയയിലില്ല. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഈ ഇത് എത്ര % ഞാൻ പറയുന്നത് മനസ്സിലാവുമെന്ന് അറിയില്ല. നമ്മുടെ ഇവിടെ ന്യൂസ് എന്ന് പറയുന്ന സാധനമുണ്ട്. രാവിലെ ന്യൂസ്, ഉച്ചയ്ക്ക് ന്യൂസ്, 3 മണിക്ക് ന്യൂസ്, 7 മണിക്ക് ന്യൂസ്. എന്തിനാ എത്ര ന്യൂസ്? ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ ഫോണിൽ എല്ലാ കാര്യങ്ങളും കിട്ടുന്ന കാലഘട്ടമായി. നമ്മൾ സെൽഫ് അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 2 നേരം ന്യൂസ് പറയാമെന്നല്ലാണ്ട് ഈ ന്യൂസ് ഒരേ കാര്യം തന്നെ തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി അടുത്ത പോയിന്റ്, നമ്മുടെ വീട്ടിൽ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു 5 വയസ്സോ 10 വയസ്സായ ഒരു കൊച്ചിനെ വെച്ചിട്ട് ന്യൂസ് ചാനൽ കാണാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം ഈ കഴിഞ്ഞ ദിവസം ഇന്ന് എന്നോട് ഞങ്ങളിവിടെ ലൊക്കേഷൻ വന്നപ്പോൾ ഷൂട്ടിന് വന്നപ്പോൾ പ്രശാന്ത് പറഞ്ഞ കാര്യമാണ്. പ്രശാന്തിൻ്റെ കൊച്ച് എന്തോ ഒരു ഇത് ചോദിച്ചപ്പോൾ എന്തോ പീഡനം എന്ന് ചോദിച്ചപ്പോൾ ആ കൊച്ചു പറയണ പപ്പ പീഡനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറയുന്നത് ഇതിനൊരു സെപ്പറേറ്റ് ടൈം കണ്ടെത്തിയ ആൾക്കാർ കണ്ടോട്ടെ. ഇതെല്ലാ സമയത്ത് ഇത് പറയാമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ ഒരു ന്യൂസിൻ്റെ അല്ല ഞാൻ പറയുന്നത്, ഫ്യൂച്ചറിലേക്കെങ്കിലും ഇത് തിരുത്തപ്പെടേണ്ട ഒരു സംഭവമാണ്. ഈ എല്ലാ പിള്ളേരും ഇരുന്ന് കാണാൻ പറ്റാത്ത അവസ്ഥയിൽ ന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കുന്ന വേറൊരു സംഭവം എന്താണെന്നല്ലോ, ഇപ്പോൾ നമ്മുടെ മലയാളികളുടെ ഒരു പവർ ഭയങ്കര. ഒരു പ്രളയം വന്ന സമയത്ത് നമ്മൾ നിൽക്കുന്നു, നമ്മളൊരു വയനാടിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ അവിടെ ജാതിയില്ല, മതമില്ല. ഇപ്പോൾ നമ്മളെല്ലാം കണ്ടാണ് വളരെ വേദന. ഹിന്ദു ക്രിസ്ത്യൻ
മുസ്ലിംസിനെ എല്ലാം ഡെഡ് ബോഡി ഒരേ സ്ഥലത്തിട്ടിട്ട് അവർ അടക്കുന്നു. ഇതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് നല്ല കാര്യം എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. മറ്റുള്ള ലോകം നമ്മളെ കണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു ഇലക്ഷൻ വരികയോ നാട്ടിൽ ഒരു ഉത്സവം വന്നാൽ, ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന ഒരു ഉത്സവം വന്നാൽ അവിടെ ഒരു മതത്തിൻ്റെ ഒരു എഫക്റ്റ് ഭയങ്കര. അതായത് അപ്പോഴത്തേക്കും വീണ്ടും ഹിന്ദുവും ക്രിസ്ത്യൻ ഒക്കെ സെപ്പറേറ്റഡ് ആയിട്ട് അത് പിന്നെ അവിടെ അടിയായി ബഹളമായി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പുറത്തൊക്കെ നടക്കുന്നതും കേൾക്കുന്നതും ഒക്കെ കുറച്ചൊക്കെ അഡാപ്റ്റ് ചെയ്ത് നല്ലതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അതല്ലാണ്ട് ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരു സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഡ്രസ്സ് ധരിക്കുന്ന അല്ല പ്രശ്നം. അതൊക്കെയാണ് ഇവിടുത്തെ വലിയ പ്രശ്നങ്ങൾ. അത് അവർക്ക് ഇഷ്ടമുള്ളത് ധരിച്ചോട്ടെ. പക്ഷെ അതല്ല നമുക്ക് നമ്മുടെ ഒരു നെക്സ്റ്റ് ജനറേഷന് കൈമാറാനായിട്ടുള്ള ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കി വരുന്നില്ല എന്ന് ഞാൻ പറയുന്നത്. ഇത് പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടാണ്, ജാതിയില്ല മതമില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് അവിടെ ഒരു ഇലക്ഷൻ നടന്നാലോ ഒരു ഉത്സവം നടന്നാലോ അടിയായി ഇടിയായി ബോംബ് വയ്ക്കലായി. ഇതൊന്നും ഇല്ലാണ്ട് ലോകം പോവില്ലേ? നമ്മുടെ കോവിഡ് വന്നു. ഞാൻ പല സമയത്തും ചിന്തിച്ചതാണ്, കോവിഡ് വന്ന സമയത്ത് ഒരു രാഷ്ട്രീയ പ്രശ്നമില്ല, അഴിമതിയില്ല, അല്ലെങ്കിൽ ഈവൻ കുറച്ചുകൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ഒരു ടെററിസ്റ്റ് പ്രശ്നങ്ങളില്ല, ഒരു സ്റ്റേറ്റ് തമ്മിൽ ഇഷ്യൂ ഇല്ല. മറ്റേത് ഒരു സ്റ്റേറ്റിൻ്റെ അകത്തുനിന്നൊരു ഒരു 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 കണ്ടെയ്നർ മിൽക്ക് കൊണ്ടുവരാൻ പ്രശ്നമാണ്, അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ പ്രശ്നം, ഇതൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു സിസ്റ്റത്തേക്ക് മാറ്റാൻ പറ്റും. പക്ഷേ ഇത് ആരുടെയൊക്കെയോ താല്പര്യങ്ങൾക്കനുസരിച്ച് വേണ്ടാന്ന് വെച്ചുകൊണ്ട് തന്നെയാണ്. മാറ്റാൻ പറ്റില്ലാണ്ടല്ല, മാറ്റും. നമ്മൾ എത്ര വട്ടം തെളിയിച്ചു. ഈ ലാസ്റ്റ് വയനാട് ഇഷ്യൂ വരെ തെളിച്ചില്ലേ? പക്ഷേ വീണ്ടും ഒരു മാസം കഴിയുമ്പോൾ അടുത്തടുത്ത പരിപാടികൾ, പിന്നെ വീണ്ടും ഈഗോ ക്ലാഷ്, ചതി, പറ്റിപ്പ്. സോ ഇത് നമുക്ക് പറ്റും, നമ്മളെ കൊണ്ട് പറ്റാവുന്ന സിമ്പിളായ കാര്യമുള്ളൂ, നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഇനി അത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് ശരിയല്ലാന്ന് തോന്നുന്നുണ്ട് വീണ്ടും അതിനെ ആ ഒരു എന്താ പറയുക പ്രശ്നങ്ങളിൽ ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പറ്റാഞ്ഞിട്ടല്ല, ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന് നമ്മൾ പറഞ്ഞ ഒരാൾക്കെങ്കിലും മനസ്സിലാവുകയാണെങ്കിൽ ഇതിലേക്കൊക്കെ പോവുകയാണ് ഏറ്റവും നല്ലത്. എന്തിനാ വെറുതെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി? അല്ലാണ്ട് സുഖമായിട്ട് ജീവിക്കാൻ പാടില്ലേ? അത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ എന്തായാലും സിനിമ 27 സെപ്റ്റംബർ 27 റിലീസ് ചെയ്യാണ്. അപ്പോൾ ടെൻഷനുണ്ടോ? ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെ ടെൻഷൻ അടിച്ച് എനിക്ക് ഇതുവരെ ഒരു ശീലമില്ല. പക്ഷേ ഈ ഒരു സിനിമ പല പേഴ്സ്പെക്റ്റീവിൽ കാണാം. ഇതിലിപ്പം എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിലുള്ള വയലൻസ് ഉണ്ട്, മിസോജിനി, അതിനെപ്പറ്റി നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം, കോൺട്രവേഴ്സി ആവാനായിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ എനിക്ക് തോന്നുന്നു ഇന്നലെ ഞാൻ അമലുമായിട്ട് ഇതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്തു. ഞാൻ ഇതുവരെ ഇതിൻ്റെ ഔട്ട് കണ്ടിട്ടില്ല. ലിമിൽ കണ്ടിട്ടുണ്ട്. ഞാനിതിൻ്റെ ഔട്ട് ഇതുവരെ കണ്ടിട്ടില്ല. 2021 ചെയ്തൊരു പടമാണ്. ആൻഡ് അമൽ ഔട്ട് കണ്ടതിന് ശേഷം പറയുന്നത് ആൾക്കാരെങ്ങനെ കാണുന്നു എന്നനുസരിച്ചിരിക്കും. നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോരോ മൈൻഡ് സെറ്റ് ഉണ്ട്. ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് വളരെ ലിബറലായിട്ട് ഒരു മോഡേൺ സൊസൈറ്റിയിൽ ജീവിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ചിലർ വിചാരിക്കുന്നുണ്ടായിരിക്കും ഡിസിപ്ലിനോട് കൂടി ജീവിച്ചേ പറ്റൂ, ഇത് ചെയ്യുന്നത് ഒരു നോൺസെൻസ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ചിലപ്പോൾ അവരുടെ നോൺസെൻസ് എൻ്റെ സെൻസിബിൾ തിങ് ആയിരിക്കാം. അങ്ങനെ മൈൻഡ് സെറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത് ആൾക്കാരെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത്. ആൻഡ് ഇപ്പം ഞാൻ ഔട്ട് കാണാത്തത് കൊണ്ട് ഞാനിതിനോട് പ്രത്യേകിച്ച് അഭിപ്രായം എനിക്ക് ഇതുവരെ ഒന്നും പറയാനില്ല. ആൻഡ് ഞാൻ ഇതിൻ്റെ ഔട്ട് കണ്ട ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിരാശരാക്കില്ല എന്നുള്ളൊരു വാക്ക് നമുക്ക് തരാൻ പറ്റും. അത് നിങ്ങൾ ഉദ്ദേശിച്ചത് വന്നിട്ടുണ്ട്. നമ്മൾ എന്താണ് ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത്, അത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ സിനിമ ഇപ്പോൾ ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചില ആൾക്കാർ ഇത് ചെറിയ ബഡ്ജറ്റ് കൂടാ. ശരിക്കും ഇപ്പോൾ ബ്രോയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് നോട്ടിക്കോ, ബ്രോയുടെ 1000 കോടി ഉണ്ടെന്ന് നോട്ടിക്കോ. ഈ സിനിമ ചെയ്യാനായിട്ട് കുറച്ച് ലക്ഷങ്ങൾ മതി. അതല്ലാണ്ട് നമ്മൾ നമുക്കൊരു തുടക്കം വേണം, അതുകൊണ്ട് നമ്മൾ ചെറിയൊരു കഥ ഉണ്ടാക്കാം, ചെറിയ കുറച്ച് ആർട്ടിസ്റ്റുകൾ മതി, അല്ലെങ്കിൽ അധികം ലൊക്കേഷൻ ഷിഫ്റ്റ് വേണ്ടെന്നൊക്കെ അതങ്ങനെയല്ല. ഈ കഥ ഒരാളുടെ മനസ്സിൽ ജനിച്ചു, ഈ കഥയ്ക്ക് ഇത് മതി. അതുകൊണ്ട് തന്നെ 1000 കോടിയുള്ള ഇപ്പോൾ ഗോകുലം ഗോപാലൻ ചേട്ടനായി പടം ചെയ്യണമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരുപാട് പൈസയുള്ള ആളാണ്. അദ്ദേഹത്തിന് ഈ സിനിമയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ മാജിക് ഫ്രെയിംസ് ലിസ്റ്റിൻ ചേട്ടൻ ഈ പടം ചെയ്യണമെങ്കിലും കുറച്ച് ലക്ഷങ്ങൾ മതി. കാരണം ആ കഥ എന്താ ഡിമാൻഡ് ചെയ്യണം, അല്ലാണ്ട് ഇത് നമ്മൾ ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് എന്നുള്ള സംഭവമല്ല. ഈ കഥ എന്താ ഡിമാൻഡ് ചെയ്യണേ ആ രീതിയിൽ വന്നിട്ടുണ്ട്, അതിനുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് അവരെ നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുത്ത് പറ്റിക്കില്ല, നിരാശപ്പെടുത്തില്ല. അത് നമ്മളെ ഒരു വാക്കാണ്. നിങ്ങൾ കാണുക, നമ്മളെ വിജയിപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. വീണ്ടും ഞാൻ ഇതിനു മുമ്പുള്ള ഇൻ്റർവ്യൂ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ അണിയറയിൽ നല്ല സിനിമകൾ ഒരുപാട് ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ളൊരു യാത്രയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒറ്റ വാക്ക് ഞാൻ പറയുന്നുള്ളൂ, നിങ്ങളെ വലിയ ബഡ്ജറ്റിൽ നിന്നൊന്നും പറഞ്ഞ് പറ്റിക്കാത്ത നല്ല കഥ കൊണ്ട്
നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന സിനിമകൾ നമുക്ക് തരാൻ പറ്റും. അതിലേക്കുള്ള ട്രാവലിങ്ങിൻ്റെ തുടക്കമാവട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും സിനിമ കൊണ്ട് വിജയിപ്പിക്കുക. വേറെ ഒന്നും പറയാനില്ല, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഞങ്ങൾ ചുമ്മാ ഇരുന്ന് പറയണമെന്ന് അറിയാൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കുക പറ്റുവാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് സിനിമ കാണുക, കണ്ട് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ, സപ്പോർട്ട് ചെയ്യുക. എന്താ പറയാനുള്ളത്? പ്രേക്ഷകർ തീരുമാനിക്കട്ടെ, അവരുടെ പെർസ്പെക്റ്റീവിൽ എന്താണോ തോന്നുന്നത് അത് തുറന്ന് പറയും. മലയാളികളുടെ അടുത്ത് പ്രത്യേകിച്ച് അത് പറയരുത് ഇത് പറയുന്നത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാ. ഇനിയിപ്പോൾ എങ്ങനെയാ, ഇനിയിപ്പോൾ ആങ്കറിങ്ങും രണ്ടും കൂടി മുന്നോട്ട് കൊണ്ടുപോകാനാണോ? ഇനിയിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞാൽ ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ്. സോ അതിലേക്കുള്ള ബേബി സ്റ്റെപ്സുമായിട്ട് മുൻപോട്ട് പോകാനാണ് തീരുമാനം. ആൻഡ് ആങ്കറിങ് ഒരിക്കലും വിടില്ല, ആക്ടിങ് ഒരിക്കലും വിടില്ല. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ലക്കി ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. താങ്ക് ഗോഡ്. ചുറ്റുപാടും നോക്കുകയോ ഒരിക്കലും ഇല്ല. ഞാൻ അങ്ങനെ ചെറുപ്പം മുതലേ അങ്ങനെ ശീലമില്ലെന്ന് എൻ്റെ അമ്മ പറയേ. അവരിങ്ങനെ പറയില്ല, അവരങ്ങനെ പറയില്ലേ, അവരെന്തൊക്കെയാ നടക്കുന്നത്. ഞാൻ പറയുന്നുണ്ട് ഇപ്പൊ ഈ പ്രശ്നങ്ങളും സിനിമയെ കുറിച്ചുള്ള പ്രശ്നം കേൾക്കുമ്പോൾ വീട്ടിൽ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടോ? ഇല്ല. ഇത് ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഇപ്പം വിശ്വാസവും ഉണ്ട്. അതുപോലെ തന്നെ ഒരിക്കലും എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടില്ല വീട്ടിൽ നിന്ന്. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ. ഇപ്പം ഞാനൊരു ചെറിയ ഒരു എക്സാം കഴിഞ്ഞിട്ടാണെങ്കിലും എത്ര മാർക്കാന്ന് ചോദിക്കില്ല, ജയിച്ചോ? ജയിച്ചു. അത്ര ഈസി ആയിട്ടാണ് എൻ്റെ പേരൻസ് എന്നെ വളർത്തിയിട്ടുള്ളത്. ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ്, പോയിക്കോ, അത് തിരിച്ചു വരുമെന്ന് അവർക്കുള്ളൊരു ഉറപ്പുണ്ട്. അതുള്ളത്ര കാലം ഇറ്റ്സ് ഈസി ടു ലീവ്. അതൊരു പേടിയൊന്നുമില്ല സിനിമയിൽ തന്നെ. അപ്പൊ എന്തായാലും പറഞ്ഞ സെപ്റ്റംബർ 27-ന് നിങ്ങളുടെയൊക്കെ വെറുതെ സ്വപ്നങ്ങൾ എല്ലാവർക്കും ഒരു വെള്ളിയാഴ്ച ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരും ഒരു വെള്ളിയാഴ്ചയായി മാറട്ടെ എന്ന് വിചാരിക്കുന്നു. എല്ലാ സിനിമകളും ആ ദിവസം ഇറങ്ങുന്ന എല്ലാ സിനിമകളും വിജയിക്കട്ടെ, നല്ല സിനിമകൾ വിജയിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.